ഈ സൺഡേയിൽ ഞങ്ങൾ 3 പേരും ഫ്രീ ആയിട്ട് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചു. മക്കളൊക്കെ കുറച്ച് ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് പുറത്തൊക്കെ പോകണമെന്ന്. എല്ലാവർക്കും ചെറിയ ചില ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു നെസ്റ്റോയിൽ വരാമെന്ന്. ഇവിടെ ആകുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. ഒരുപാട് ഷോപ്പിൽ കയറുന്ന സമയം ലാഭിക്കുകയും ചെയ്യാം. ചേച്ചി കുട്ടികൾക്ക് വേണ്ടി ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു സെഷനിലേക്കാണ് ആദ്യം തന്നെ പോയത്. ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു ഷർട്ടും 2 ടീഷർട്ടും എടുത്തു. കുഞ്ഞാവയ്ക്ക് ട്രോളിക്കകത്ത് ഇരുത്തിയത് ഇഷ്ടമാവാത്തതുകൊണ്ട് അമ്മമ്മേനോട് എടുക്കാൻ വേണ്ടി പറയുകയാണ്. സോക്സ് ഒക്കെ ഒരേ സമയം അഫോർഡബിൾ ആണ്. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 3-4 എടുത്തു. അമ്മ കുറച്ച് കിച്ചൺ ടൂൾസും ടോയ്ലറ്റ് ബ്രഷും ഒക്കെയാണ് സെലക്ട് ചെയ്തെടുത്തത്. മക്കളാണെങ്കിലും അവർക്ക് ആവശ്യമുള്ള എന്തൊക്കെയോ സാധനങ്ങൾ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. കുഞ്ഞാവയ്ക്ക് പിന്നെ ഒന്നും സെലക്ട് ചെയ്യാനില്ലാത്തതുകൊണ്ട് നല്ല കുട്ടിയായിട്ടിരിക്കുകയാണ്. LED ബൾബിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് മാമനും മോനും കൂടി അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാവ് അങ്ങനെ അമ്മമ്മയുടെ അടുത്തുനിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും ട്രോളിയിലായിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെ ഒരാൾക്ക് വലിയ കുഞ്ഞാണെങ്കിലും പിഞ്ച് കുഞ്ഞുങ്ങളുടെ മനസ്സാണ്. എവിടെ പോയാലും ചെറിയ കുട്ടികളുടെ കളിപ്പാടെടുത്ത് കളിച്ചുകൊണ്ടിരിക്കും. ഓ മൈ ഗോഡ്, ഏതൊരു പെങ്കുച്ചിനെ നോക്കി ഫിംഗർ ഹാർട്ട് കാണിക്കുകയാണ് ഗൈസ്. ഈയിടെയായിട്ട് നമ്മളെവിടെ പോയാലും ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയെന്നൊക്കെ ഞാൻ ചുമ്മാ വിചാരിച്ചാണ്. അവർ വീഡിയോ എടുക്കുന്നുണ്ട് ചുമ്മാ നോക്കിയതാണേ. ബില്ല് ചെയ്യാൻ ജ്യൂസിൻ്റെ ക്യാന് മാത്രം പോരെ, ഉള്ളിലുള്ള ജ്യൂസിൻ്റെ ആവശ്യമില്ലല്ലോ എന്നാണ് എന്നോട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷപ്പെടാൻ കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ കയ്യും കാലൊക്കെ അതിനകത്ത് കുടുങ്ങിയിട്ടുണ്ട്. മാമൻ ഒരുവിധം പിടിച്ച് പഴയ സ്ഥാനത്ത് തന്നെ ഇരുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി വാങ്ങാനുള്ളത് കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെയാണ്. 2 ടൈപ്പ് റേസിൻസ് ആണ് ആദ്യം തന്നെ എടുത്തത്. ഞാൻ മോന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് പിസ്ത എടുത്തായിരുന്നു. എനിക്കും പിസ്ത നല്ല ഇഷ്ടമാണ്. പിന്നെ ആൽമണ്ട്സ് എടുത്തു, കാഷ്യൂ നട്ട്സ് എടുത്തു, പിന്നെ പംകിൻ സീഡ് എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട്സിൻ്റെ സെഷനിലേക്കാണ് കേട്ടോ പോയത്. ചേച്ചി ഈടെയായിട്ട് ഗ്രീൻ ടീ ഒക്കെ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഓഫറിൽ കിടന്ന ഒരു ബോക്സ് ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട്. നമ്പീഷൻസിൻ്റെ ഒരു ബോട്ടിൽ ഹണി എടുത്തു. ഷോപ്പിംഗ് കഴിയുന്ന ലക്ഷണമൊന്നും കാണാത്തതുകൊണ്ട് മോനിത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്. സൺഡേയിൽ എങ്ങനെയാണ് ചിക്കൻ സ്കിപ്പ് ചെയ്യാന്ന് വെച്ചിട്ട് ഞാനും ബ്രദറും കൂടി പോയിട്ട് ചിക്കൻ മേടിച്ച് വന്നിട്ടുണ്ട്. മക്കൾക്ക് ഇടയ്ക്കൊക്കെ പായസക്കൊതി വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ 2 ഐറ്റം സേമിയ വാങ്ങിയിട്ടുണ്ട്. ടൂത്ത് പേസ്റ്റ് ഒക്കെ ബൈ 1 ഗെറ്റ് 1 ഓഫറിലായിരുന്നു. അതുകൊണ്ട് 2 മേടിച്ചു. മക്കൾക്ക് വേണ്ടി ഷോർട്സ് എടുത്തിട്ടുണ്ട്. അവർ പിന്നെന്തോ ചോക്കോ സ്റ്റിക്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ കുഞ്ഞാവയ്ക്ക് വേണ്ടി ഒരു നെയിൽ കട്ടർ എടുത്തു. ഇത്രയൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ള അവാർഡാണിത്. അങ്ങനെ അവാർഡൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് മക്കൾക്ക് പോപ്കോൺ വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ കുറച്ച് സ്വീറ്റ് കോണും പോപ്കോണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മോന് നന്നായിട്ട് ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇനി വേറെ എവിടെയും പോവാതെ വീട്ടിലേക്ക് തന്നെ പോവാണ്. എനിക്ക് ഈ സ്വീറ്റ് കോൺ വലിയ ഇഷ്ടമല്ല. അതെന്താ നിന്നെ പിടിച്ച് കടിച്ചോ എന്നൊന്നും ചോദിച്ചേക്കല്ലേ. എനിക്ക് കൂടുതൽ ഇഷ്ടം പോപ്കോണാണ്. ഞങ്ങളുടെ സുന്ദരി അമ്മ പോപ്കോൺ കഴിച്ചുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരുന്നാണ് കേട്ടോ അത്. നെസ്റ്റോയിൽ ഞങ്ങൾ വന്നപ്പോഴത്തേനും അപ്പവും ശ്രീയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ബ്രദർ ഇവിടെ ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്ട്രോബെറി സിറപ്പൊക്കെ ഒഴിച്ചിട്ട് നല്ല കിടലൻ ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതൊക്കെ കുടിച്ചു കഴിഞ്ഞ് രാത്രിയിൽ ചിക്കൻ കറി കൂട്ടിയൊരു ഡിന്നറും കൂടി കഴിച്ച് കുറേ നേരം സംസാരിച്ചിരുന്നിട്ടാണ് കേട്ടോ ഞങ്ങളൊക്കെ പിരിഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഹാപ്പി സൺഡേ.